മുരുക, നീ തീർന്നടാ, തീർന്ന്. ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? ഇത് കേൾക്കാത്തവരായി അധികം പേർ ഉണ്ടാവില്ല. 2013 മോഹൻലാലിൻ്റെ പുലിമുരുകൻ ആദ്യമായി 100 കോടി രൂപ കളക്ട് ചെയ്ത മലയാള ചിത്രമായി മാറി ചരിത്രം സൃഷ്ടിച്ചു. സിനിമാ തിയേറ്ററുകൾ പൂരപ്പറമ്പ് ആക്കി മാറ്റിയ പുലിമുരുകൻ ഏകദേശം 146 കോടി രൂപയാണ് തൻ്റെ ഡ്രീം റൺ അവസാനിപ്പിച്ചപ്പോഴേക്കും കളക്ട് ചെയ്തത്. മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ റെക്കോർഡ് കളക്ഷനായിരുന്നു മുരുകൻ നേടിയത്. അന്നു മുതൽ ഏത് വലിയ സിനിമകൾ ഇറങ്ങുമ്പോഴും നമ്മൾ കേട്ടിരുന്ന ഒരു ഡയലോഗാണ് മുരുക, നീ തീർന്നടാ എന്ന്. പുലിമുരുകൻ നേടിയ ഈ ബെഞ്ച് മാർക്ക് കളക്ഷൻ മറികടന്ന് ഒന്നാമതെത്താൻ പറ്റുമോ എന്നായിരുന്നു ഈ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാ സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിയിരുന്നത്. എന്നാൽ പുലിമുരുകൻ്റെ റെക്കോർഡ് ഏകദേശം 10 കൊല്ലത്തോളം തകർക്കാൻ പറ്റാത്ത ഒരു കോട്ട പോലെ നിലകൊണ്ടു. മലയാളികൾ നേരിട്ട് അനുഭവിച്ച നൂറ്റാണ്ടിൻ്റെ പ്രളയത്തിൻ്റെ കഥ പറഞ്ഞ ടൊവിനോ തോമസിൻ്റെ മൾട്ടി സ്റ്റാർ ചിത്രം 2018 ഇറങ്ങുന്നതുവരെ ഏകദേശം 10 കൊല്ലത്തോളം പുലിമുരുകൻ്റെ ഈ റെക്കോർഡ് അഭേദ്യമായിരുന്നു. ശരാശരി 80 രൂപ തിയേറ്റർ ടിക്കറ്റ് നിരക്ക് ഉണ്ടായിരുന്നപ്പോൾ 2013 പുലിമുരുകൻ നേടിയ ഈ റെക്കോർഡ് 2023 2018 എന്ന ചിത്രം ഏകദേശം 120 രൂപ ശരാശരി ടിക്കറ്റ് നിരക്ക് വെച്ചാണ് തകർത്തത്. 2018 നേടിയ ഈ റെക്കോർഡ് പിന്നീട് 2024 മഞ്ഞുമൽ ബോയ്സ് മറികടന്നു. ഏകദേശം 240 കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. ഇപ്പോൾ ഇതാ എമ്പുരാൻ മഞ്ഞുമൽ ബോയ്സിനെയും തകർത്തു. ഇതുവരേക്കും ഏകദേശം 275 കോടി രൂപയോളം നേടി ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ കളക്ഷൻ മറികടക്കുക എന്നതായിരിക്കും ഇനി ഒരുങ്ങുന്ന ചിത്രങ്ങളുടെ ലക്ഷ്യം. അത്തരത്തിൽ എമ്പുരാനെ തീർക്കാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ ആ റെക്കോർഡ് തകർക്കാൻ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് സിനിമാ പ്രേമികൾ വിശ്വസിക്കുന്ന ചില ചിത്രങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ പ്രധാനം മറ്റൊന്നുമല്ല, മലയാളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായകൻ ജോർജ് കുട്ടി തിരിച്ചു വരുന്ന ദൃശ്യം 3 തന്നെയാണ്. ജിത്തു ജോസഫ് എന്ന മാതൃക സംവിധായകനൊപ്പം മോഹൻലാൽ ദൃശ്യം 3ക്കായി കൈകോർക്കുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. മലയാളത്തിൽ ആദ്യമായി 50 കോടി കളക്ഷൻ നേടിയ ചിത്രമാണ് ദൃശ്യം. പിന്നീട് പല ഭാഷകളിലായി, ഈവൻ വിദേശ ഭാഷകളിൽ പോലും ഈ ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു. ദൃശ്യത്തിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ദൃശ്യം 2 കൊറോണ കാലത്ത് OTT റിലീസായാണ് ഇറങ്ങിയത്. തിയേറ്റർ റിലീസായിരുന്നെങ്കിൽ ദൃശ്യം 2 ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നേനെ എന്ന് കരുതുന്നവർ ഒരുപാട് പേരുണ്ട്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജോർജ് കുട്ടിയുടെ കൊച്ചു കുടുംബം ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി എത്തിയ ഒരു അപകടം. ആ അപകടത്തിൽ നിന്ന് താൻ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ജോർജ് കുട്ടി നടത്തുന്ന നെട്ടോട്ടം. ആ നെട്ടോട്ടം നെഞ്ചിരിപ്പോടെയാണ് മലയാളികൾ കണ്ടത്. ഓരോ മലയാളിയുടെയും ഹൃദയത്തിലാണ് ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും സ്ഥാനം. ദൃശ്യം 3 ഇറങ്ങാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇനി എന്തായിരിക്കും ജോർജ് കുട്ടിയുടെ അടുത്ത മൂവ് എന്ന ഒരു ആകാംക്ഷ മനസ്സിൽ നിറയുന്നില്ലേ? അത് തന്നെയാണ് ദൃശ്യം 3യെ ഒരു പൊട്ടൻഷ്യൽ ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമാക്കാനുള്ള ലിസ്റ്റിൽ ഒന്നാമതെത്തിക്കുന്നത്. എമ്പുരാനെ തീർക്കാൻ ഒരുങ്ങുന്ന അടുത്ത പോരാളി മലയാളത്തിൻ്റെ മെഗാ സ്റ്റാർ സാക്ഷാൽ മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് അഭിനയിക്കുന്ന ഇനിയും പേരിടാത്ത ചിത്രമാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് നാരായണനാണ്. നമുക്കറിയാം, മാലിക്, ടേക്ക് ഓഫ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ എല്ലാം തൻ്റെ പ്രതിഭ തെളിയിച്ച സംവിധായകനാണ് മഹേഷ് നാരായണൻ. 2008 പുറത്തിറങ്ങിയ 2020 എന്ന ചിത്രത്തിനു ശേഷം ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും ലാലേട്ടനും ഒരു ചിത്രത്തിനു വേണ്ടി ഒന്നിക്കുന്നത്. ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഓരോ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നു. ഒരു മൾട്ടി സ്റ്റാർ ചിത്രം, അതും പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിവ്യൂ വന്നാൽ പിന്നെ പറയാനുണ്ടോ? എമ്പുരാൻ റെക്കോർഡ് തകരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്.
ഇനി ചെസ് നമ്പർ 3 ഓൺ ദി സ്റ്റേജ്. എമ്പുരാനെ തീർക്കാൻ ഒരുങ്ങുന്ന അടുത്ത ചിത്രം സാക്ഷാൽ അമൽ നീരദ് ലാലേട്ടനെയും ഫഹദ് ഫാസിലിനെയും നായകന്മാരാക്കി ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രമാണ്. ഈ ചിത്രത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല. എന്നാലും ലാലേട്ടനും ഫഹദും ഒന്നിക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻസ് സ്കൈ ഹൈ ആണ്. ഇനി ചെസ് നമ്പർ 4 ഓൺ ദി സ്റ്റേജ്. വീണ്ടും ഒരു അമൽ നീരദ് ചിത്രത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. മമ്മൂക്കയെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ബിലാലാണ് ഈ ചിത്രം. ബിഗ് ബി എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ സീക്വലാണ് ബിലാൽ. ബിഗ് ബി മലയാളത്തിലെ എക്കാലത്തെയും കൾട്ട് ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നാണ്. ഒരു വലിയ ഫാൻ ഫോളോയിങ് തന്നെയുണ്ട് ഈ ചിത്രത്തിന്. അതുകൊണ്ട് തന്നെ ഈ ചിത്രം സംഭവിച്ചാൽ ഒരു വൻ കളക്ഷൻ തന്നെ നേടാനുള്ള പൊട്ടൻഷ്യൽ ഈ ചിത്രത്തിലുണ്ട്. ഇനി ചെസ് നമ്പർ 5 ഓൺ ദി സ്റ്റേജ്. ആവേശം, രോമാഞ്ചം എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രമാണ് ഇത്. നമുക്കറിയാം, ആവേശം എന്ന സിനിമയും റങ്കണ്ണനും ഇവിടെ ഉണ്ടാക്കിയ ഓളം ഏകദേശം 150 കോടിയോളം രൂപയാണ് ആവേശം കളക്ട് ചെയ്തത്. കോമഡി എന്ന ജോണറിൽ ഒരു ലാലേട്ടൻ സിനിമ വന്നിട്ട് കുറേ നാളായി. അതും കോമഡിയുടെ കിങ് ജിത്തു മാധവൻ്റെ സിനിമ കൂടിയാകുമ്പോൾ ചിരിയുടെ പൊടിപൂരമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. രംഗണ്ണൻ നിർത്തിയെടുത്ത് നിന്ന് ലാലേട്ടൻ തുടങ്ങുമോ എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഇവയൊക്കെയാണ് എമ്പുരാനോട് ഏറ്റുമുട്ടാൻ അണിയറയിൽ ഒരുങ്ങുന്ന ചിത്രങ്ങൾ. ഇവ കൂടാതെ പൃഥ്വിരാജിൻ്റെ വിലായത് ബുദ്ധ, ടൊവിനോയുടെ മിന്നൽ മുരളി 2, ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം എന്നീ ചിത്രങ്ങളും മികച്ച അഭിപ്രായം കിട്ടിയാൽ വൻ കളക്ഷൻ നേടാൻ സാധ്യതയുള്ള ചിത്രങ്ങളാണ്. 2023-ൽ 2018 എന്ന ചിത്രം നേടിയ റെക്കോർഡ് 2024-ൽ മഞ്ഞുമൽ ബോയ്സ് തകർത്തു. ആ റെക്കോർഡ് 2025-ൽ എമ്പുരാൻ തകർത്തു. ഇനി എമ്പുരാൻ്റെ റെക്കോർഡ് ആര് തകർക്കും 2026-ൽ എന്ന് നമുക്ക് നോക്കാം. ഈ റെക്കോർഡ് തകർക്കപ്പെടുമോ അതോ പുലിമുരുകൻ്റെ റെക്കോർഡ് പോലെ ഒരുപാട് നാളുകൾ നിലനിൽക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഇവയൊക്കെയാണ് എമ്പുരാനെ തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയ സിനിമകൾ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ ഏത് ചിത്രമായിരിക്കും എമ്പുരാൻ്റെ റെക്കോർഡ് തകർക്കുക? അതോ ഈ റെക്കോർഡ് തകർക്കപ്പെടാനാകാതെ ഒരുപാട് നാളുകൾ നിലനിൽക്കുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. പ്ലീസ് ലൈക്ക് ദ വീഡിയോ, subscribe to my channel. This is Vednimal signing off.